അപ്പോൾ ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സുഖം. ഇന്ന് വന്ന് നമ്മൾ സുഖം ഫുട്ബോൾ ലീഗ് 2026 അടുത്തൊരു എപ്പിസോഡാണ് ഗൈസ്. നമ്മൾ വാട്ട്ഫോർഡ് FC കയറുമ്പോഴത്തെ അടുത്തൊരു എപ്പിസോഡ്. നമ്മൾ ചെറിയ എപ്പിസോഡ് നാലാമത്തെ എപ്പിസോഡാണ് ഗൈസ്. നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ ട്രാൻസ്ഫർ ലിസ്റ്റിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇത്രയും പ്ലേയേഴ്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഈ പ്ലേയേഴ്സിലെല്ലാവരും നമ്മൾ ഇറക്കലായി ഗൈസ്. നമ്മൾ ഇത് ഇറക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ മാനേജറോട് ചോദിച്ചു നോക്കണം, 10,000 നമുക്ക് തരാൻ പറ്റുമെന്ന്. തരാൻ പറ്റുന്ന ഉറപ്പാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഇവരിറക്കും. അതിനെ കൂടിയിട്ടൊരു 5,000 ഇവർ വരും. ബാക്കി 5,000 ഇവരെ ഫുള്ള് നമ്മൾ 40-50 ഒരു മാസത്തേക്ക് അങ്ങനെ എന്തോ നമ്മൾ ഇതാക്കാൻ അവരെ എന്താ പറയുക കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യണം. ഇത്രേ ഉള്ളൂ. അല്ല, ഇവരെ പിന്നെ റിന്യൂ ചെയ്തിട്ട് എത്ര പ്രശ്നമില്ല. ബട്ട് ഇവരെ എന്തായാലും റിന്യൂ ചെയ്യണം രണ്ടാളും. അത് കുറച്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇറക്കുന്നുണ്ട്. ബട്ട് ഇവരെ ഇറക്കും, എന്തായാലും ലഭിച്ച് ഇറക്കി ഇവരെ ഇറക്കാണ്ട് വയസ്സ് പിന്നെ മൈരത്തരാണിതല്ലോ. പക്ഷേ അവരെ ഇറക്കുന്നതിന് മുമ്പ് അവരോട് ചോദിച്ചു നോക്കണം കഴിയും. ഫസ്റ്റ് മാനേജറോട് ചോദിച്ചു നോക്കിയായിരുന്നു. ചോദിച്ചു നോക്കി നമുക്ക് കഴിച്ച് അവരോട് ചോദിച്ചു നോക്കി അവർ സമ്മതിച്ചിട്ടുണ്ട്. ബട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ആണെങ്കിപ്പോൾ ഒരു 10,000 എനിക്ക് തരാം, നീ എന്ത് വേണമെങ്കിൽ ഉണ്ടായിക്കോ, എനിക്കൊരു പ്രശ്നമല്ല. ബട്ട് നീ ലീഗ് ബിന്ന് ഉറപ്പായിട്ട് ലീഗ് എയിൽ, അതായത് പ്രീമിയർ ലീഗിലേക്ക് എത്തണം. എത്തിയിട്ടില്ലെങ്കിൽ നിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഇത്രയും പൈസ എടുക്കുകയും ചെയ്യും, ഇതിൻ്റെ ഇരട്ടി പൈസ എടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നിൻ്റെ ഇരുന്ന് ഗെറ്റ് ഔട്ട് അടിക്കുകയും ചെയ്യും വാട്ട്ഫോർഡ് FC എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഓക്കെ സെറ്റ്, നമുക്ക് ഒരു പ്രശ്നമില്ല, നമ്മൾ ഉറപ്പായിട്ട് എടുക്കുമെന്ന് പറഞ്ഞു നമ്മൾ. ബട്ട് അതിൻ്റെ നിങ്ങളും കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളോട് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഇത്രയായിട്ട് സെറ്റപ്പ് ആകാൻ പറ്റും. ഇപ്പോൾ 81 റേറ്റിങ്ങിൻ്റെ ബോട്ട് മതിലോട്ടാണ് കളിക്കേണ്ടത്. അത് നമുക്ക് ടോപ്പ് ക്ലാസ് ആകുമ്പോൾ ആക്കി വെച്ചിട്ടുള്ളത്. ബട്ട് ഈ ടോപ്പ് ക്ലാസ് നമുക്ക് ഇതിനെ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രമോട്ടാ. നമ്മൾ ടോപ്പ് ക്ലാസ് നമുക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഈ ഒരു കളിയോട് നമുക്ക് നോക്കാൻ പറ്റും. ഫസ്റ്റ് കളി നമുക്ക് നോക്കാൻ പറ്റും. അതിന് മുമ്പ് ഞാൻ ഒരു 10,000 അവരുടെ നിന്ന് എടുക്കട്ടെ. എടുത്തിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പം ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഗൈസ്. നമ്മൾ 10,000 ആക്കിയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. 10,000 ആക്കിയതിൽ 10,000 വാങ്ങിയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മൾ മാനേജർ ചോദിച്ചു നോക്കി തരുമെന്ന്. ലാസ്റ്റ് പറഞ്ഞ് 10,000 എനിക്ക് തരാം, ഇനി ഒന്നും ചോദിക്കാൻ പാടില്ല, ഇതുകൊണ്ട് ഇനി എന്ത് വേണം ഉണ്ടായിക്കോ. ആയിക്കോട്ടെ പറഞ്ഞു ഗൈസാണ്. നമ്മൾ ഇത്രയും പ്ലേയേഴ്സിനെ ഇറക്കലായി. ഫസ്റ്റ് ഇവനെ നോക്കാം. ഇവനിറക്കി 7,000 ആയിട്ടുണ്ട്. ബ്രോ ഇവനെ മറക്കുന്നുണ്ട്. മുന്തിരിക്കുന്ന കഴിച്ചു ഞങ്ങൾ ഇറക്കണമായാലും അങ്ങനെ ഇറക്കാൻ കഴിയും. നമ്മളെ ചോദിച്ചു കൂട്ടാറോ. നമ്മൾ ഒന്ന് ഫുഡ് അടിക്കാൻ വേണ്ടി പോയാൽ ഫുഡ് അടിച്ച് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ എല്ലാവരെയും വാങ്ങി തോന്നല്ലേ, എല്ലാവരും വാങ്ങിയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും വാങ്ങിയിട്ടുണ്ട് നമ്മൾ. ഇതാണ് നമ്മളെ ഡിഫൻസിന് വരുത്തി CMFന് ഗൈസ്. ഇതാണ് ഇപ്പോഴത്തെ ഫോർമേഷൻ ഗൈസ്. നമ്മളിപ്പോൾ മാറ്റേണ്ട ചെളി എന്താ, ഈ രണ്ട് ഡിഫൻസിനെ മാത്രമേ മാറ്റേണ്ടത്. അത് നമുക്ക് അടുത്ത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആക്കാൻ നോക്കാം നമുക്ക്. അവരെ ഇതെന്താണ് നോക്കട്ടെ. നമ്മൾ ഒരു ടീം എങ്ങനെയാണ് നോക്കണം ഗൈസ്. അവരുടെ ടീം ഗൈസ് ഇത്രയും ബെസ്റ്റ് ടീംസാണ് ഏകദേശം നമ്മളെപ്പോലെ തന്നെ. ബട്ട് അവരതില്ലാതെ ചെളി ജിക്ക് എല്ലാം ഉണ്ട് ഗൈസ്. ഇതാണ് അവരുടെ ടീമെന്ന് പറയുമ്പോൾ ഡിറ്റല്ല ഗൈസ്. നമ്മളിപ്പം നമുക്ക് നല്ല ഒരു കളി കളിച്ചോ ഗൈസ്. എന്താ അറിയുന്നത് നമുക്ക് നോക്കാമല്ലോ. നമ്മുടെ ടീം അങ്ങനെ സെറ്റാകാൻ നോക്കാം നമുക്ക് ഗൈസ്. വീഡിയോസ് കാണുന്നവർ ലൈക്ക് അടിക്കാൻ, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക ഗൈസ്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഗൈസ്. അവരുടെ സ്റ്റേഡിയം ഗൈസ്. അവരുടെ സ്റ്റേഡിയം ബെസ്റ്റ് സ്റ്റേഡിയമാണ്. ബെസ്റ്റല്ല, നമ്മളെക്കാളും അടിപൊളി സ്റ്റേഡിയം തന്നെയാണ് തോന്നുന്നത്. ആണ് ഗൈസ് അവരത്. നമ്മളത് കുറേ പേരെ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇത് ആരൊക്കെയാണെന്ന് അറിയില്ല. ഏതാ അത് റേസ് ചെയ്തിട്ടാ 1 touch 2 മോനെ ഷോട്ട് ബ്രോ. ഷോട്ട് ബ്രോ. ഏത് റൈസാണ് കേട്ടോ, നൈസാണ്. ബോട്ട് മൂത്താണെങ്കിലും അത്യാവശ്യം നമ്മളിപ്പോൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഗൈസ് അവരോട്. ഇവരെ മിസ്പാസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് ഇൻ്റർസെപ്ഷനും ചെയ്യുന്നുണ്ട്, ലൂസ് ചെയ്യും. അങ്ങനെ കുറേ പേര് ഇൻ്റർസെപ്ഷൻ ചെയ്യുന്നുണ്ട്. ലബീസ ടു ബ്രോ അണ്ണ എടുക്കണ്ണ
ഇതെല്ലാം യങ്സ്റ്റേഴ്സാണെന്ന് ഓർക്കണം. എൻ്റെ അടുത്തുള്ള എല്ലാ യങ്സ്റ്റേഴ്സാണ് 81 റേറ്റിംഗ് അല്ലേ. യങ്സ്റ്റേഴ്സിനെ വെച്ച് കളിക്കുക നമ്മളിപ്പം. ലക്കാക്ക ടു ബ്രോ ബ്രോ ദാറ്റ്സ് എ ഷോട്ട് എന്തടാ ഗൈസ്. ഫിയ ലൗസ ടു റൈഡ് ടു ലക്കാക്ക ടു ബൗണ്ടി ടു മഫീലിയ ബ്രോ ഷോട്ടറാ. എടാ ഇവിടെ രണ്ടാമത് ഷോട്ടറാ. എടാ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഗൈസ് ഫസ്റ്റ് ഹാഫ് ആണ് കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ പറഞ്ഞോളം 3 മിനിറ്റാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇത് ഗൈസ് നെക്സ്റ്റ് ഒരു ഗോൾ മാത്രം അടിച്ചില്ല ഇത്രയായിട്ടും. എന്താ പറയാ ഹെഡ്സിനെ കൊണ്ട് നമ്മൾ തോറ്റു. മഫീലിയ ബൗണ്ടി ടു ലൗസിനടുത്ത് ബോൾ വിടാം. ബെല്ലി എടുത്തിട്ടുണ്ട്. ടു ബൗണ്ടി എണ്ണ ഇപ്പം കപ്പിലുണ്ട് കൈസ്. അതാണ് വേറെ സംഭവം. നമ്മൾ പ്രൊമോഷൻ ആയതുകൊണ്ട് നമ്മളിപ്പോൾ കപ്പിലുണ്ട്. ലങ്കാക്ക മോനെ അടിയുടെ ഫസ്റ്റ് അടി മോനെ. ഫസ്റ്റ് ടൈം അടി മോനെ. ആയിക്കോട്ടെ. അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങൾ നല്ല ചെയ്യണേ. ബ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അവർ പുതിയ പ്ലെയറിനൊക്കെ വേണ്ടി. അറിയില്ല എന്താ പൊളിയൻ ടു ലബീസ ടു റിയോ ടു ഒരു ഗോളിൽ നമ്മൾ ജയിക്കാൻ വേണ്ടി പോകുന്നില്ല. ജയിച്ചിട്ടില്ല എന്തായാലും. നല്ല കാര്യം. ഒരു ഗോൾ അടിച്ചെങ്കിൽ ഒറ്റ ഗോൾ അടിച്ചില്ലെങ്കിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അത് മതി ഗൈസ്. നമുക്കിപ്പം ആൾക്കാരത്തേക്ക് പിന്നെയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വിചാരിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് കളിയെല്ലാം. 150 കിട്ടിയില്ല. എല്ലാത്തിനാണ് ബന്ധം. ഇപ്പം കുറച്ച് യങ്സ്റ്റേഴ്സ് 22, 26, 27 ആ ഒരു റേറ്റിങ്ങിൽ പ്ലേസ് മാത്രമേ ഉള്ളൂ. അല്ലാത്തവരില്ല ഗൈസ്. നല്ല സംഭവമാണ് അത്. ട്രെയിനിങ് ഉണ്ട് ഗൈസ്. ലങ്കാക്കൊക്കെ ട്രെയിനിങ് ഉണ്ട്. ലാസ്റ്റ് അടുത്ത കളി മിഡിൽ സാധാരണ നമ്മൾ രണ്ടുള്ള ഒരേ റേറ്റിങ്ങുള്ള പ്ലേയേഴ്സാണ് ഗൈസ്. ബോൺമൗത്തും ലീഡ്സും ഈ രണ്ട് ഇതിന് പിന്നെ നമ്മളിപ്പോൾ ഒന്നാം സ്ഥാനത്തില്ലേ. ഈ 3 പേരെ നമുക്ക് നോക്കണം. ബാക്കിയുള്ളവരെല്ലാം പൊട്ടമാവരാന്ന്. അവരെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ശരി ഇപ്പം നമ്മൾ സൂപ്പർ ടീമായിട്ടുണ്ട് കേസ്. കണ്ടോ ഇത്രയും നമ്മൾ പ്ലേയേഴ്സിനെ ഇറക്കിയില്ലേ. ഡിവോൺസും ഇപ്പം സബ്ബാണ്. അതാണ് അവസ്ഥ. ബ്രോ എൻ്റെ ആവട്ടെ കളിക്കാം. Let's play together. Bro, let's play. The game will be quite fierce and unpredictable. You never know what will happen today. The first half is underway here. അവര് ഫുള്ള് റയറാണ്. ലെജൻഡറി പ്ലേസ് ഇല്ല. Nice through ball. Memo bro. That's a goal. മലീഫ അങ്ങനെ തന്നെ മലീഫ. പ്ലെയറിൻ്റെ പേര് നമുക്കറിയില്ല. എന്താവട്ടെ. സീസൺ പ്ലേയേഴ്സ് ആണ്. ബെസ്റ്റ് പ്ലേയേഴ്സ് തന്നെ ആവുന്ന പ്ലേയേഴ്സ് എല്ലാം ഫസ്റ്റ് തന്നെ അടിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അടിക്കാൻ പറ്റുന്നില്ല. അതാ പറയുമ്പോൾ യു ക്യാൻ ഡു ഇറ്റ്. പാണ്ടി നീ എന്ത് ഉദ്ദേശിച്ച മോനെ? നീ സെൽഫിഷ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാണ്.
ബട്ടത് കുറച്ച് ലബീസയുടെ ഷോട്ട് ഗായ്സ് ബ്രേ ഈസി കളക്ഷൻ ഈസി ആൻഡ് ഈസി ഗെയിം നൈഫ് നോ ബ്രോ ലീറോയുടെ ഗോള് ലെഫ്റ്റ് ബാക്ക് ലീറോ കയറി അതേത് ഗേസ് എനിക്ക് ഗോൾ അടിച്ചത് നമ്മളെ കൊണ്ട് ആവും ഗേസ് നമ്മളെ കൊണ്ട് ഏതോ ഡിവിഷനാണ് വിഭജിക്കാൻ പറ്റുന്നുണ്ട് നമ്മളെ കൊണ്ട് ഇപ്പോൾ അത് മതി നമുക്ക് ആ ഒരൊറ്റ കരുത്ത് മതി ഇതാ ഗായ്സ് ഇതാ ഓഫ് അടാ നൈസറാ അതിനി ഒന്ന് കാണിക്കാം നീ ടോപ്പ് സ്കോർ ആയാൽ മതി വേറെ ആരും ടോപ്പ് സ്കോർ ആവണ്ട എടാ മോനെ നമുക്ക് അഗെയിൻ ഒരു ഓഫ് സൈഡറാ ഞാൻ വിചാരിച്ചൊരു ത്രോ ബോളിൻ്റെ അവസരം ഉണ്ടായിരുന്നു അത് ഓഫ് സൈഡായിരുന്നു സോ സോറി ഫ്രീ കിക്കാണ് അവിടെ ആണോ മോനെ ഹാഫ് ടൈം വരുന്നുണ്ട് മറ്റേ ഹാട്രിക്കാണ് കഴിക്കുന്നുണ്ട് നോക്കിയിട്ടുണ്ട് അതുള്ളൂ കുറേ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വെച്ചിട്ട് കാര്യമില്ല നമ്മ അടിച്ച് കണ്ടു ബ്രോ അണ്ണാ അടിയുടെ മോനെ ബ്രോ എനിക്കൊന്ന് ബ്രോ ഇതുവരെ നമ്മളടുന്ന് പൊട്ടക്കളി കളിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ സബ് ചെയ്തില്ലാന്ന് എൻ്റെ തോന്നല് സബ് ചെയ്തിട്ടില്ല ഇതുവരെ സബ് ചെയ്തിട്ടില്ല നമുക്ക് അണ്ണാനെ അങ്ങനെ കാണുന്നില്ലെങ്കിലും അണ്ണ നല്ല പാസം കൊടുക്കേണ്ട വയസ്സ് അതാണ് അണ്ണൻ്റെ പ്രത്യേകത ബ്രോ അവിടെ കണ്ട ഇൻ്റർസെക്ഷൻ കണ്ട രണ്ടര ഇൻ്റർസെക്ഷൻ ചെയ്ത് ലവ്സ് ടു ബ്രോ യു ക്യാൻ ഡു ഇറ്റ് അതിടാ ബ്രോ ബ്രൈ വി ആർ വൈ എന്തിനാ രണ്ട് പേരാണ് പഠിക്കാറുണ്ട് ചേട്ടാവസ്ഥ ബ്രോ കോൺസാലോ ഹെഡർ ഗോൾ അടിച്ചിരിക്കുന്നു ബട്ട് അവൻ്റെ ഹാട്രിക്ക് കിട്ടാൻ പറ്റില്ല എൻ്റെ സങ്കടം തോന്നുന്നു ഹാട്രിക്ക് ഒന്ന് എടുക്കുക ഹാട്രിക്ക് ഇരിക്കാൻ പറ്റി ഹാട്രിക്ക് ഉണ്ടാവും ഹാട്രിക്ക് എടുക്കാൻ അവരുടെ ഷോട്ട് അടിച്ചവര് അവരുടെ ഒരു കോർണർ എടുക്കുകയാണ് കോർണർ എടുത്തിരിക്കുന്നു ബട്ട് നമ്മളെ പ്ലെയറിന് നമ്മൾ ഇൻ്റർസെപ്ഷൻ ചെയ്യുന്നുണ്ട് സിംസൺ ബ്രോ അങ്ങനെ നോക്കിയിട്ടുണ്ട് ഫ്രീ എടുത്തിരിക്കുന്നു ബർഗ് സ്കോർ ആരെങ്കിലും വരുന്ന അറിയില്ല സാക്കളും ജയിച്ചിരിക്കുന്നു അങ്ങനെ നൈസായിട്ട് കളിക്കണം കേട്ടോ ആരോ ഇപ്പം മൂന്ന് ദിവസം എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ബൈ ഇതിൻ്റെ പാർട്ട് 3 പാർട്ട് 5 എന്തായാലും വരും ഇത് 5 ആയിട്ടാണ് തോന്നുന്നത് എന്തേ ആവട്ടെ കാത്ത് ഗൈസ് അപ്പം ബൈ